ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചിക്കൻ കറി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ വീട്ടിൽ അത് അത്യാവശ്യമാണ്. നമുക്ക് ഗസ്റ്റ് വന്നാലും ഉണ്ടാക്കാൻ എളുപ്പമാണ്, വാങ്ങാൻ എളുപ്പമാണ്. അത് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് വേണ്ടി ചിക്കനാണ്. ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, അതാണ് ചിക്കൻ. ഇത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളി ചിക്കൻ ടൈസ്. നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റുള്ള ചിപ്സാണ്. സവാള ഗിരി 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 കറിയാൻ പോകുന്നു. ഉള്ളി അരിയുമ്പോൾ എപ്പോഴും കറിയും. ഇഞ്ചി വെളുത്തുള്ളി, രണ്ട് കറിവേപ്പില വേണം. അത് പറിക്കാൻ ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ വീടിനകത്ത് തന്നെ ഉണ്ട്. തണുപ്പായതുകൊണ്ട് വീടിനകത്ത് എടുത്ത് വെച്ചിരിക്കും. ഫ്രഷ്. മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ, ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ടേക്കാം. ഗരം മസാലയുണ്ട്, അത് നമ്മൾ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് എടുക്കും. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഈസി ചിക്കൻ കറി. ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ കെനോല ഓയിലാണ് ഉപയോഗിക്കുന്നത്. തീ കൂട്ടി വെച്ചാ പെട്ടെന്ന് ചൂടാകാൻ വേണ്ടി. ഓക്കെ. ആദ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു 30 സെക്കൻഡ്. ഒരു സവോള അരിഞ്ഞത്, വലിയ സവോളയാണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടാൽ വേഗം വഴന്ന് കിട്ടുമെന്ന് ആരോ പറയുന്നത്. ഉള്ളി നല്ലതുപോലെ വഴറ്റണം. ഏകദേശം ഒരു 1 മിനിറ്റോളം വഴറ്റണം. പുക വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫാൻ ഓടണം. ഈ പുക എല്ലാം അങ്ങോട്ടേക്ക് പോകും. ഉള്ളി ഒരുവിധം വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച പൊടികൾ ചേർക്കണം. പൊടികളിടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലേശം കുറച്ച് വെക്കണം. നമ്മൾ മസാല ഒരു ഇതായി നല്ല മൂത്ത മണം വരുന്നുണ്ട്. നമ്മളിപ്പോഴാണ് തക്കാളി ചേർക്കുന്നത്. കറിവേപ്പില, ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഒരു 1/2 മിനിറ്റ് ഒന്ന് വഴറ്റുക. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പൈപ്പ് ഇങ്ങോട്ട് ചൂടുവെള്ളത്തിന് വേണ്ടി ഇങ്ങോട്ട് തിരിക്കുന്നു. നമ്മൾ ഈ സമയത്ത് ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് നോക്കി ഒന്ന് സെറ്റാക്കുക. നമ്മൾ അടച്ചു വെച്ച് ഒരു 3 വിസിൽ അടുപ്പിക്കുക. 3 വിസിലിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെക്കാം. ഓക്കെ, അടിക്കട്ടെ. ഒരു വിസിൽ വന്നതിന് ഇച്ചിരി ഫ്ലെയിം കുറയ്ക്കാം, മീഡിയത്തിലേക്കാണ്. മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിനി ഓഫാക്കി വെക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നുള്ളത് ചപ്പാത്തിയാണ് അല്ലേ? അടുത്ത പരിപാടി ചപ്പാത്തി. അതിന് ഞാൻ ചപ്പാത്തി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുഴക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കുഴച്ച് റെഡിയാക്കി വെച്ചു. 1/2 മണിക്കൂറായി. നമുക്ക് പരത്തണ്ടേ? അടുത്ത നമ്മൾ ബോൾ പിടിക്കുന്നു. പൊറോട്ടയല്ല കേട്ടോ, ചപ്പാത്തിയാണ്. ചപ്പാത്തി ശ്രീലങ്ക ഓസ്ട്രേലിയ ഒന്നും അല്ലാതെ എങ്ങനെ വട്ടത്തിൽ പരത്താമെന്ന് നോക്കാം. നോക്കട്ടെ.
ഇനി നിന്റെ പണിയാണ്. ഓക്കെ. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ പരിപാടി. ആശീർവാദിന്റെ പോലെ പൊങ്ങി വരുമോ? പിന്നെ നമ്മളിത് പൊക്കിക്കും, പിന്നെ അല്ലാണ്ട് ഇല്ലേ. ചേട്ടാ രണ്ട് അടിയടിക്ക് സൈഡ് അങ്ങനെയല്ല തിരിച്ചു വിടും. നമ്മൾ ചപ്പാത്തി എല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂട് ചപ്പാത്തി എടുക്കുക. ഇപ്പൊ നമ്മൾ കുക്കർ തുറന്നു നോക്കുകയാണ്. ചിക്കനൊക്കെ നല്ലതായിട്ട് വന്ന് നമ്മൾ ചപ്പാത്തി ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി സാധനമാണ്. എളുപ്പമാണ്, ശ്രമിച്ചാൽ മതി, അധികം സമയമൊന്നുമില്ല. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, നിങ്ങളുടെ ജീവിതത്തിലെല്ലാ വിജയങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക. താങ്ക് യു.